ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസണിന് മുന്നോടിയായി മെഗാ താരലേലം പൂർത്തിയായി കഴിഞ്ഞു. 10 ടീമുകളും അവസാന സീസണുകളിലെ പിഴവുകൾ നികത്തി ടീമുകളെ കളത്തിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഇനി പടയൊരുക്കി മത്സരത്തിനായുള്ള തയ്യാറെടുപ്പിന്റെ നാളുകളാണ് യഥാർത്ഥത്തിൽ. ഈ മെഗാലേലത്തിന് ശേഷം എല്ലാ ടീമുകളും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ പല ടീമുകളിലും താരങ്ങളുടെ റോളിൽ മാറ്റമുണ്ടാകും. 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണ വലിയ മാറ്റങ്ങളില്ലാതെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ടീം മെഗാ ലേലത്തിന് മുമ്പ് ഒഴിവാക്കിയ പല താരങ്ങളെയും ഇപ്പോൾ ടീമിലേക്ക് CSK തിരിച്ചെത്തിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണയും CSKയ്ക്കൊപ്പം ധോണി ഉണ്ടെങ്കിലും വിക്കറ്റ് കീപ്പർ റോളിൽ ധോണി ഉണ്ടാവില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് വിക്കറ്റ് കീപ്പർ റോളിൽ കളിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇന്ത്യൻ T20 ടീമിൽ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് നിലവിൽ നിലനിൽക്കുന്നത് സഞ്ജു സാംസണാണ്. അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന സഞ്ജു ഓപ്പൺ റോളിൽ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അവസാനം കളിച്ച 5 മത്സരങ്ങളിൽ 3ലും സെഞ്ചുറിയോടെ മിന്നിക്കാൻ സഞ്ജു സാംസണ് കഴിഞ്ഞിരുന്നു. സമീപകാലത്തെ താരത്തിന്റെ പ്രകടനങ്ങളെല്ലാം വളരെയധികം ഗംഭീരമായിരുന്നു. സഞ്ജു സാംസണിന് ഇനിയും ഓപ്പൺ റോളിൽ തുടരാൻ സാധിക്കുമെന്ന വിലയിരുത്തലാണ് നിലനിൽക്കുന്നത്. എന്നാൽ സഞ്ജു സാംസണിന് വലിയ വെല്ലുവിളി ഉയർത്തി ഓപ്പണർ റോളിലേക്ക് എത്താനാണ് ഋതുരാജ് ശ്രമിക്കുന്നത്. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ഓപ്പണറാക്കി കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് പ്രധാനമായും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഋതുരാജ് ഗെയ്ക്വാദ് ഓപ്പണറായും വിക്കറ്റ് കീപ്പറായും വരുന്നത് സഞ്ജുവിന്റെ സീറ്റ് ലക്ഷ്യമാക്കി തന്നെയെന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് വരും സീസണിലും സഞ്ജുവിനും ഋതുരാജിനും ഒരുപോലെ നിർണായകമാണ് എന്ന് തന്നെ പറയാം. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ഓപ്പൺ റോളിൽ എത്തിക്കാനാണ് സാധ്യത കൂടുതൽ. അതിനാൽ ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ താരങ്ങളെല്ലാം ഓപ്പൺ റോൾ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും എത്തുന്നത്. ഇഷാൻ കിഷൻ സൺറൈസേഴ്സ് ഹൈദരാബാദിലാണ് നിലവിൽ. ഓപ്പൺ റോളിൽ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയാണ് നിലവിൽ ഇപ്പോൾ ഹൈദരാബാദിനായി കളിക്കുന്നത്. എന്നാൽ ഇത്തവണ ഇഷാൻ അഭിഷേകിന് പകരം ഓപ്പണർ റോളിൽ ഇറങ്ങാനാണ് സാധ്യത കൂടുതൽ നിലനിൽക്കുന്നത്. ഋഷഭ് പന്തിനെ റെക്കോർഡ് തുകയ്ക്കാണ് ലക്നൗ സൂപ്പർ ജയൻസ് ടീമിൽ എത്തിച്ചത്. ഇന്ത്യയുടെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി ഋഷഭ് പന്തിനെ ലക്നൗ ഓപ്പൺ റോളിൽ എത്തിക്കാനുള്ള സാധ്യതയും ഒരിക്കലും തള്ളിക്കളയാനാവില്ല. അങ്ങനെ വന്നാൽ ഇന്ത്യയുടെ T20 ടീമിൽ ഓപ്പണർ സ്ഥാനത്തുള്ള പോരാട്ടം കടുക്കുമെന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാർക്കെല്ലാം വരുന്ന IPL സീസൺ നിർണായകമാകുമെന്നതിൽ സംശയമില്ല. CSKയിൽ ഇത്തവണയും ധോണി ഉണ്ടെന്ന് ആരാധകരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. എന്നാൽ ധോണി എല്ലാ മത്സരവും കളിക്കാൻ ഇടയാക്കില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഫിറ്റ്നസ് പ്രശ്നം നേരിടുന്ന ധോണി ടീമിനൊപ്പം ഉണ്ടാവുമെങ്കിലും എല്ലാ മത്സരങ്ങളും അദ്ദേഹം കളിക്കാൻ സാധ്യതയില്ല. വിക്കറ്റ് കീപ്പിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിനാലാണ് ഋതുരാജ് ഗെയ്ക്വാദ് ഈ റോളിലേക്ക് എത്താൻ പ്രധാനമായും തയ്യാറെടുക്കുന്നത്. എന്തായാലും ധോണി CSKയോടൊപ്പം കരുത്ത് പകർന്ന് ഇത്തവണയും ഉണ്ടാകുമെന്ന് തന്നെയുള്ള പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. ധോണി കഴിഞ്ഞ സീസണോടെ വിരമിക്കേണ്ടതായിരുന്നുവെങ്കിലും മെഗാലയിലും വരുന്നതിനാലാണ് ഈ വർഷം കൂടി കളിക്കാരൻ എന്ന നിലയിൽ ടീമിനൊപ്പം തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയാൻ കഴിയും.